ഇതങ്ങാട്ടോണ്ട് വിളമ്പടി. എന്തുവാ നിന്റെ വള ഊരി പോവാ? ഇഷ്ടമല്ല പിന്നെന്തിനാ നിർബന്ധിക്കുന്നത്? ഇഷ്ടക്കേട് നോക്കിയാലേ വയറ്റിലോട്ട് വല്ലതും പോണ്ടായോ? പരിചയമില്ലാഞ്ഞിട്ടല്ലയോ? ഇങ്ങനെയൊക്കെ തന്നെയാ പരിചയിക്കണത്. അല്ലാതെ അമ്മയുടെ വയറ്റിൽ നിന്ന് വരുമ്പോ കറിക്കച്ചവടം പഠിച്ചോണ്ടല്ലേ ഞാൻ വന്നത്. ദേണ്ടേ ഇതെടുത്ത തെക്കേമുറി കൊടടി. നിന്നെ ആരും പിടിച്ച് വിഴുങ്ങത്തൊന്നുമില്ല. ഇയാളൊന്നും കഴിച്ചില്ലല്ലേ? ആ കറി എടുത്ത് കൊടുക്കണേ. വേണ്ട ആശാനെ, കുടിയിൽ ചെന്ന ആകപ്രം പിന്നെ കള്ളു കുടിച്ച് കരല് വീട്ടിച്ചത് ബാപ്പാന്റെ ചരിത്രം. അതൊന്നും അല്ല ആശാനെ, ഇവനിപ്പോ ഇതൊന്നും പിടിക്കൂല. ആളിപ്പോ വലിയ വിദേശിയായി പോയി. പടച്ചനാണ് വെറുതെ പറഞ്ഞ ആശാനെ. ഇന്നലെ നീ വിദേശി അടിച്ചില്ലോടെ? ഞമ്മളാ വേണ്ട പറഞ്ഞല്ലോ. തെളിച്ചാലോ? ഇല്ലെങ്കിലാ തുടങ്ങിയല്ല വേട്ടക്കുകള്. മുണ്ടാണ്ടിരിക്ക അറിവന്നുണ്ട്. നിന്റെ ഇളയോട് വന്നിട്ട് എന്തുവാണ് വിളമ്പാനൊന്നും തുടങ്ങിയില്ലയോ? ഒക്കെ ഒന്ന് പരിചയപ്പെട്ട് വരണ്ടായോ? പരിചയപ്പെട്ട് വരട്ട്. എന്നിട്ട് ഞങ്ങൾക്കും കൂടെ ഒക്കെ ഒന്ന് വിളമ്പി തരാൻ പറയണം കേട്ടാ. കുടിച്ച വയറ്റി കിടക്കണം. വേണ്ടാതിനും പറഞ്ഞാലുണ്ടല്ലേ. എന്തോ അതായത് ഓള് മുറിയിൽ കറി വിളമ്പിരിക്കണ്ട. ഞാൻ ഈ തൊറയെ തന്നെ പൊറുക്കണത്. എവളെന്താ ഈ പറയുന്നേ? നീ ഫിറ്റാന്നോടി? ഇത്തിരി ഫിറ്റാ. തന്റെ വിളിച്ചോണ്ട് പോണണ്ടാ. ഇല്ലെങ്കിൽ ഇന്നാളത്തെ പോലെ കാച്ചപശാവേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ പിന്നെ തേച്ചാലും കുളിച്ചാലും പോകത്തില്ല. പാലത്തെ കൂടെ പെണ്ണു വരില്ലേ? എന്തുവാടെ എല്ലാവരും ഒന്നും അല്ല പരാതിയും പറഞ്ഞോടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. സോഫിയ മോളുടെ കല്യാണം ഉറച്ച വകയില് ഞങ്ങള് രണ്ടു കുപ്പി പാട്ട് പാടിയല് എവക്കെന്താ ഞാൻ ഫിറ്റല്ല. മാമയ്ക്കുള്ളതൊക്കെ വാങ്ങിയോടെ? മേടിച്ചു. പോകാം. നീ ഇവിടുത്തെ കറിക്കച്ചറക്കാരിയല്ലേ? അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. ഷാപ്പ് ഓണറൊന്നും അല്ലല്ലേ? ചാടയൊന്നും കാണിക്കരുത് കേട്ടാ. 10 ഷാപ്പിൽ കിടന്ന് ഉറങ്ങിയിട്ടുള്ളവരെ. എന്റെ അപ്പച്ചൻ എപ്പോഴും ഡീസന്റ് ആയിരിക്കും. ഒന്ന് മാറിക്കേ, എനിക്ക് അങ്ങോട്ട് ചക്കരയും ബീരയും പോലെ വന്നാണ് അവിടുന്ന് തുടങ്ങിയ ഉടക്കാണ്. പഠിച്ചോനെ ചുമ്മാ സത്യമായിട്ട് ഞമ്മള് കുടിച്ചിട്ടില്ല. മടുത്തോക്ക് കുടിച്ചാണ് എന്റെ വാപ്പന്റെ മയ്യത്തെടുക്കേണ്ടി വന്നത്. ഇങ്ങോട്ട് നമ്മള് കുടിക്കാതെ മയ്യത്താവുന്ന തോന്നുന്നത്. എന്റെ വീട്ടിനകത്ത് കയറിയുണ്ടല്ലോ ചവിട്ടി എല്ലിയെ നൂത്തുകളയും. പുല്ല് വേണ്ട. ഒരു കാര്യം പറഞ്ഞേക്കാം. വേറെ സാങ്കിനെ ഇയാളൊരു സാങ്ക് ഇല്ലെങ്കിൽ എന്റെ ബോട്ട് കരക്കിരുന്നങ്ങ് തുരുമ്പിക്കല്ലയോ? തുരുമ്പെടുക്കോ ഇല്ല നമുക്ക് കാണാം. പിന്നെ വേറെ കാര്യം പറഞ്ഞേക്കാം. പാതിരേക്ക് മോനെ തൊണ്ണുക്കുഞ്ഞെ എന്നും പറഞ്ഞ ഹാർബറിൽ കൂടെ കണ്ടുപോകരുത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. അപ്പൊ ഞാനും കൂടെ ചാച്ചിക്കോട്ടെന്നും പറയും പാതിരാത്രിക്ക് എന്റെ പുതപ്പിനുടെ അട്ടപ്പോലെ ചുരുണ്ട് കയറാൻ വരത്തില്ല. അങ്ങോട്ട് പോട്ടടി. അവൻ പോയാ എവിടെ വരെ പോകും നമുക്കറിയാൻ പാടില്ലേ? തെക്കോട്ട് പോയാ മുട്ടുങ്ങ വരെ, വടക്കോട്ട് പോയാ ബോട്ട് കടവ് വരെ. അത് കഴിഞ്ഞാൽ അവരെവിടാ ലോകം. ഒരു മറ്റേടത്തെ സാങ്ക് വന്നിരിക്കുന്നത്. പണിക്കേറ്റിയ ബോട്ട് ഇന്നത്തോണ്ട് കോക്ക് ചെയ്ത് തീരൂടെ? അവൻ പോയടേ. വല്ലതും പറഞ്ഞ? ഇത് മുതലാളി ഏൽപ്പിക്കാൻ പറഞ്ഞു. ഇതെന്തുവാ? എയർപോർട്ട് വരെ വിട്ടതിനുള്ള കാർ വാടക. വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ, സമ്മതിക്കണ്ടായോ? സ്വന്തം തന്തയ്ക്ക് കാർ വാടക തരാനും മാത്രമാവും പറഞ്ഞു. ഒരു കാര്യത്തിൽ സംശയമില്ല, മുതലാളിയുടെ മോൻ തന്നെ. എന്താ ഒരു വാശി. അത് നമ്മുടെ കാർത്തിയാനിയുടെ അനിയത്തിയാ. ഏത് കാർത്തിയാനി? ഷാപ്പിലെ. അവക്ക് ഇത്രയുള്ള അനിയത്തിയാണ്? ഈടെ വന്നതാ, പൊട്ടിയാ. മിണ്ടത്തില്ല, പക്ഷെ കാതിന് കുഴപ്പമൊന്നുമില്ല. അത് കൊള്ളാവല്ലേ. മുതലാളിക്കാളതല്ലാതെ പിടിച്ചെന്ന് തോന്നണല്ലേ. ഒരു കിളിമീന്റെ മണവും രുചിയും അറിഞ്ഞിട്ട് 4 മണി ആയില്ലയോ? അതെങ്ങനാ? മുതലാളിക്ക് പഴയ മീനൊന്നും കണ്ടാ കണ്ണി പിടിക്കത്തില്ലല്ലോ. ഇവിടെ ചെറുപ്പം മാറാതിരിക്കണമെങ്കിൽ ചെറുമീൻ തന്നെ തിന്നണം.
എന്നാ പിന്നെ ഇതൊന്ന് വീശി നോക്കട്ടെ. നടക്കുവോ? നടന്നില്ലെങ്കിൽ പൊക്കും. ആ തെണ്ടി ഇറങ്ങി പോടാ അവിടുന്ന്. എന്റെ കാർത്തിയെ മഹാലക്ഷ്മിയാണ് നീ ആട്ടിയിറക്കണമെന്ന് ഓർത്തോ. എവന്റെ ഒരു മഹാലക്ഷ്മി കൊണ്ട് കൊടുക്കടാ നിന്റെ നീ മക്കൾ. അത്രയ്ക്ക് വലിയ ശീലാവധി ഒന്നും ഞാൻ വേണ്ട. നിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ ഈ തുറയിൽ എല്ലാവർക്കും അറിയാവാ. നിനക്ക് എന്താ ചരിത്രം അറിയാവുന്നത്? പറയടാ. എന്താടി എന്താടി ഇവിടെ വെള്ളം? ആ ആലോചിയോ എന്താടേ? രാഘവനോട് ഉണ്ടായിരുന്ന എവനെ എന്റെ അനിയത്തി വേണോന്ന്. വേണോടെ? ഞാൻ വെറുതെ തമാശക്ക്. അവന്റെ ഒരു തമാശക്ക്. ഒരുത്തന് മാത്രമേ പാവരിച്ചിട്ടുള്ളൂ. ഇപ്പോഴും എല്ലാം മുറേ പണിയെടുത്ത് തന്നെ പറക്കണത്. തുറയിലെ കണ്ണുകടിയന്മാർ പറയണത് ഇങ്ങോട്ട് മൂപ്പിച്ചോണ്ട് വന്നാലുണ്ടല്ലോ വെട്ടിയിറക്കി തെങ്ങും ചോട്ടിലിടും ഞാൻ. അവൻ വിലപേശാൻ വന്നിരിക്കണ്. എന്തോ അടി നോക്കിക്കൊണ്ട് നിൽക്കണത്? കെട്ടിയിറങ്ങി കുന്തോ തുളിച്ചോണ്ട് നടക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലയോ? അയ്യോ എവിടെ ഇരിക്കണേ കണ്ണീര്? പോയി വേലയടി. മുതലാളി ഒന്ന് അടങ്ങ്. അതൊക്കെ അവളുടെ ഒരു അടവില്ലയോ? കെട്ടിയോന്റെ മുമ്പിൽ ശീലാവധി ചമയാതെ പറ്റുവാ? അവളുടെ കെട്ടിയൂരുണ്ടായിരുന്നു. ഓ കെട്ടിയോൻ ആരാന്നാ? നമ്മുടെ രാഘവൻ. ഡ്രൈവർ രാഘവനാ തന്നെ. അവൻ എന്നെ തടുത്തു മാറി സൈഡിലേക്ക് ഒരു ഒതുക്കിപ്പിടുത്തം. ആദ്യം ഞാൻ വിചാരിച്ചെന്നെ തല്ലാനായിരിക്കുന്നു. പിന്നല്ലയോ മനസ്സിലായത് അവനും ഉണ്ട് ആ പെണ്ണിനോടൊരിത്. എന്നിട്ട് എന്തായി? അവനെ ശരിക്കൊന്ന് കുപ്പിയിൽ മുക്കി. ആ പെണ്ണ് കാർത്തിയുടെ സ്വന്തം അനിയത്തിയൊന്നും അല്ല, തന്തയുടെ 2ാം കുടിയിലുള്ളതാ. തന്ത കടലിൽ പോയി ചത്ത്. തള്ളയാണെങ്കിൽ പിന്നെ അവളുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും തിരക്കാനാണോ നീ അവനെ കുപ്പിയിൽ മുക്കിയത്? ഞാൻ പറയുന്ന കേള്. രാത്രി അവൻ അവളെ പൊക്കാന്ന് ഏറ്റിരിക്കുക. മുതലാളി ആ ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നാ മതി, ആളവിടെ കൊണ്ടുവരാം. ഏറ്റല്ലോ? ഏറ്റു. എന്നാ വണ്ടി എടു. ഒന്ന് വേഗം കഴിയോ വെക്കടി. എടീ ദേ കൊച്ചോണെന്ന് കരയുന്നു. ഈയൊക്കൊന്ന് എടുത്താലെന്ത്? ആ ഞാൻ എടുത്തിട്ടൊന്നും സമ്മതിക്കുന്നില്ല. എടി അതൊക്കെ ഞാൻ കഴുകി വെച്ചോളാം. നീ ചെന്ന് കുഞ്ഞിനെ എടുക്ക്. വണ്ടി ഇറ. ഇല്ലെങ്കിലോടാ. മുതലാളി, മുതലാളി. ആളെവിടെടാ? സ്ലിപ്പായി പോയി മുതലാളി. എന്തോന്ന്?
കയ്യിൽ നിന്ന് ചാടിപ്പോയി. നീ എന്തോടാ എന്നിട്ട് കുരങ്ങളിപ്പിക്കാനോ? കൈയും കടിയിരുന്നോ പൊലത്താന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചാടിപ്പോയെന്നോ? ഞാൻ പറയണ സത്യമാണ് മുതലാളി. ലോറി കയറ്റാൻ തുടങ്ങിയപ്പോ അവള് കൊതിരി ഓടി, ഞങ്ങള് പുറകെ ഓടി. മുട്ടിങ്ങ വെച്ച് തൊമ്മിച്ചിനെ ഇടയിൽ ചാടി വീണ് അടിയായി. രാഘവന്റെ തല പൊട്ടി ചോരയിട്ട് കണ്ടപ്പോ ഞാൻ തിരിഞ്ഞോടി. എന്നിട്ട് ആ പെണ്ണിനെ കൊണ്ട് അവനെങ്ങാട്ട് പോയി. അതറിഞ്ഞൂടാ. സെബസ്ത്യാശാൻ അവനെപ്പൊടി നോട്ടം ഉണ്ട്. വർത്താനത്തിനിടയില് ഈ കാര്യം 1-2 പ്രാവശ്യം കൊത്തിയിടുകയും ചെയ്തു. അത് വേണ ആ കത്രീനക്ക് എന്തുവാടി ഒരു കുഴപ്പം? ഇവനൊക്കെ 2 വയസ്സിന് എളുപ്പമല്ലയോ? നാക്കിച്ചിരി കൂടുതലാണെങ്കിൽ ആള് പാവാ. കാര്യമൊക്കെ ശരിയാണ്. എന്നാൽ ഈ തുറന്നൊരു ബന്ധം വേണ്ട. അവിടെ കൈ പൂത്ത കാശുണ്ടടി. പെണ്ണിന്റെ കാര്യത്തിന് മുമ്പ് ഈ കാര്യം ഒന്ന് ഒത്തു കിട്ടിയാലേ ഒരു തിരിമറി. വേണ്ട 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 വേണ്ട. ആ അവനക്ക് കിട്ടുന്ന സ്ത്രീധനപ്പണം കൊണ്ട് നമ്മുടെ പെണ്ണിനെ ഇറക്കി വിടണം. എന്നിട്ട് വേണം വന്നു കയറുന്ന പെണ്ണിന്റെ മുമ്പിൽ നാണം കെടാൻ. ഇയാള് കിടന്ന് ചാടാടേ. അവന്റെ മനസ്സിലിരിപ്പം കൂടെ ഒന്ന് അറിയട്ടെ. ആ ദാവന്നല്ല എല്ലാം കണ്ടോടേ. ഇങ്ങോട്ട് പാടി. ആരാടാ? മാതാവേ, ഇതേതാണ്? ഇതില്ല പൊട്ടിപ്പണ്ണല്ലയോ? ഇല്ല മറ്റവിടെ അനിയത്തി. ആർക്കടാ? ഇല്ല കള്ളുകാർത്തിയാനടെ. എന്റെ മാതാവേ, ഈ നട്ടപ്പാതിലേക്ക് നീ ഇതിനെയും കൂട്ടി എവിടുന്ന് അടവന്നെ? ഒരു എടാകൂടത്തിന് രക്ഷിച്ചോണ്ട് വന്നാ. എന്തോ എടാകൂടം? അതൊക്കെ പറയാം. ഇങ്ങോട്ട് കയറി വാ. കേറി വാടി. എന്തോന്നിനെ ഇങ്ങോട്ട് കയറുന്നേ? എവിടെ കൂര? എന്തോ കടലെടുത്ത് പോയോ? എവക്കങ്ങോട്ട് പോകാൻ മേലാത്തോണ്ടാ. കൂരയിലോട്ട് പോകാൻ മേലാത്ര കയറി കിടക്കരുത്. എന്തോ പള്ളിപ്പറമ്പോ? പറഞ്ഞയക്കണേ അലവലാതിയെ. എവളൊരു പാവം അപ്പച്ച. അന്നാ പാവങ്ങളൊക്കെ രക്ഷിക്കാൻ ഇയാളാ മിസ്സിയാ തമ്പുരാനോ? ഇറങ്ങി പൊടി പുറത്ത്. എവിടെ ഇറക്കി വിടില്ല അപ്പച്ച. കേറി പോടേത്. കണ്ണടച്ചാൽ പെണ്ണുങ്ങൾക്ക് കയറി നിറങ്ങാനുള്ളതല്ല പാപ്പച്ചന്റെ വീട്. എന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞേ. പഞ്ചമി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എവിടെ ഇറക്കി വിട്ടാ പിന്നെ ഞാൻ അവിടെ നിൽക്കത്തില്ല. നിക്കത്തില്ല, വേണ്ട. ഞാൻ അങ്ങോട്ട് ചെല്ലുവാ. അപ്പോഴേ ഒറ്റയ്ക്കാണ് ഇങ്ങോട്ട് വന്നാ മതി. അല്ലെ ബോട്ട് ഞാൻ വേറെ സാങ്കിനെ നോക്കും. അങ്ങോട്ട് പോട്ടടി. എവിടെ വരെ പോകും നമുക്കറിയാൻ പാടില്ലയോ? എന്തോ അമ്മച്ചി കാര്യം? എനിക്കൊന്നും അറിയാൻ മേലെ മോളെ. അറിയാണ്ട് വന്നു വിട്ട ഒഴിയാബാധ അതൊന്നും കരുതണ്ട. ഇഷ്ടായോണ്ട് തന്നെയാ കൂടെ കുട്ടിയത്. വഴക്കൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാറത്തില്ലേ. നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല.